എണ്ണയിലൊന്നും പൊരിക്കാത്ത സ്നാക്സുകൾ ഉണ്ടാക്കണം എന്ന് തോന്നുമ്പോൾ ഉണ്ടാക്കിയെടുക്കുക, സേവ് ചെയ്ത് വെച്ചോളൂ. അത് തന്നെ ഒരു പാനിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒരു സവാള പൊടിയായിട്ട് അരിഞ്ഞതും, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞതും, പച്ചമുളക് അരിഞ്ഞതും, ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും, പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിലേക്കൊരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും 2 ടീസ്പൂൺ ചിക്കൻ മസാലയും കൂടി ചേർത്ത് കൊടുത്തിട്ട് മസാലയുടെ പച്ചമണം മാറി വരുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ചിക്കൻ പൊരിച്ചത് ക്രഷ് ചെയ്തതും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്ത് മിക്സ് ചെയ്ത് കൊടുത്താൽ മസാല റെഡി. ഇനി ഒരു 10 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. അത് ഇതുപോലെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റിയിട്ട് 3/4 കപ്പ് പാലും ഒരു 4 കോഴിമുട്ടയും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു പാൻ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. ചെറിയൊരു പാനാണ് കേട്ടോ. അതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ട് ചൂടായിട്ട് വരുമ്പോൾ എല്ലാ ഭാഗത്തും ഒന്ന് ചുറ്റിച്ച് കൊടുത്തിട്ട് നമ്മൾ ഈ ഒരു ബ്രെഡിൻ്റെ മിക്സ് പകുതി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. തിന്നായിട്ടുള്ള ഒരു ലെയർ മതി. അപ്പോൾ ഇതുപോലെ ഒന്ന് നിരത്തി കൊടുക്കുക. സൈഡിലേക്കൊന്ന് കയറ്റി വെച്ച് കൊടുക്കണം കേട്ടോ. എന്നിട്ട് മസാലയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ബാക്കി വന്നിട്ടുള്ള ഒരു ബ്രെഡിൻ്റെ മിക്സും കൂടെ ഇതിൻ്റെ മുകളിൽ ഇതുപോലെ ഈ ഒരു മസാല കവർ ചെയ്യുന്ന രീതിയിൽ തന്നെ ഒന്ന് ഇതുപോലെ നിരത്തി ഇട്ട് കൊടുക്കുക. ഗാർണിഷിങ്ങിനായിട്ട് ചിക്കൻ പൊരിച്ചത് മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ട് അടച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 4-5 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക കേട്ടോ. എന്നിട്ട് ഈ ഒരു സൈഡ് റെഡിയായി വന്നതിന് ശേഷം തിരിച്ചിട്ടിട്ട് വേറൊരു പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു ഭാഗം ഒരു 2-3 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ ഇതാ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ചിക്കൻ ബ്രെഡ് പോള റെഡിയായി. ഈസി ആയിട്ട് ഉണ്ടാക്കിയെടുക്കാം. ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കൂടുതൽ റെസിപ്പീസിന് പേജ് ഫോളോ ചെയ്യാനും കൂടി മറക്കല്ലേ.